ആയുസും പ്രഖ്യാപിച്ചിട്ട് അടിയൊടിച്ചതിനൊരു ഗുണുണ്ട്. എന്നിട്ടും പോകുമ്പോ ഇബ്രാഹിം നബി ഒളിച്ചോടിയതല്ല, സലാമുൻ അലൈക്കും, ബാപ്പാങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ പറഞ്ഞിട്ടാ പോയത്. നാട്ടുകാർ അറിയാതല്ല, ആദർശമുള്ള മനസ്സിൽ വെച്ചിട്ടല്ല, അല്ല, അത് പറയേണ്ടവരോട് പറഞ്ഞിട്ടാ പോയത്. അതാ ഈമാൻ, അതാ ഇസ്ലാം. യൂനുസ് നബി തിരിച്ചു വന്നു. യൂനുസ് നബി ആ നാട്ടിലേക്ക് പോയ നാട്ടിലേക്ക് നിരാശപ്പെട്ടവരിലേക്ക് തിരിച്ചു വന്നു. ആ നാട്ടിൽ 1,00,000 മനുഷ്യന്മാരുണ്ടായിരുന്നു. അടുത്ത വാചകം കേട്ടോളി. ആ 1,00,000 മനുഷ്യന്മാരും അദ്ദേഹത്തിന്റെ ദൈവത്തിലൂടെ ഹിദായത്തിലെത്തി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇതാ ദൈവത്ത്. കാപ്പില് ഒരു കാലഘട്ടത്തിൽ മുജാഹിദുകൾക്ക് കാലുത്താൻ അവസരം ഉണ്ടായിരുന്നു. സത്യല്ലേ? ഇന്ന് മുജാഹിദുകൾക്ക് സ്വീകാര്യത ഉണ്ടായത് ഓലെ നേതാവിന്റെ ചൊറുക്ക് കണ്ടിട്ടല്ല, ലെറ്റർ പേഡിന്റെ മഹിമ കണ്ടിട്ടല്ല, ഓലെ കത്ത് 5000 രൂപയുടെ കത്തായതുകൊണ്ടല്ല, അല്ല, ഓലെ പ്രാസംഗികർക്ക് ചുവന്ന തട്ടുള്ളതുകൊണ്ടല്ല, അല്ല, അറബി തട്ടുള്ളതുകൊണ്ടല്ല. അവരെ തൊള്ളേന്ന് വരുന്ന ഖുർആനും സുന്നത്തും, അതിന്റെ മാസ്മരികത, അതിന്റെ മേന്മ, കാപട്യമില്ലാത്ത അതിന്റെ ഉദ്ഘോഷണം, വഞ്ചനയില്ലാത്ത നെഞ്ചകം, നിഫാഖില്ലാത്ത നെഞ്ചകം, അതാ അത് മനുഷ്യരോട് മുഴുവൻ വെച്ച് പുലർത്തി. അതുണ്ടാവണം. ആ നെഞ്ചകമാണ് വിശ്വാസി സമൂഹത്തിന്റെ കാതലായ വശം. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നാം ഗൗരവമായി മനസ്സിലാക്കുന്ന പോയിന്റ്. അപ്പൊ അക്കീദ ക്ലിയർ ആകും, ഈമാൻ ക്ലിയർ ആകണം, ഇസ്ലാം ക്ലിയർ ആകും. ശരി, രണ്ടാമത്തത് എന്താ? വിശുദ്ധ ഖുർആൻ പ്രവാചകനെ പറ്റി പറഞ്ഞത്. മക്കയിലെ റസൂലുള്ളാഹി വന്നു, തൗഹീദ് അവർ ശരിക്കും കണ്ട് പഠിച്ചു, അള്ളാഹനെ അവർ ശരിക്കും കണ്ട് മനസ്സിലാക്കിയപ്പോൾ എന്തുണ്ടായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അനുസരിച്ചവർക്ക് വിജയം ഉണ്ടായി. നബീനെ ഒരു ചാണിന്റെ ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റി. നബീനെ അനുസരിക്കാൻ വേണ്ടി അള്ളാഹനെ അനുസരിക്കുന്നവർ പഠിച്ചു, അതിനനുസരിച്ചവർ ജീവിച്ചു, അതിനനുസരിച്ചവർ നിന്നു, അതിനനുസരിച്ച് അവർ ആ കാര്യത്തിൽ മേന്മയുണ്ടാക്കി. അല്ലേ? ആലോചിക്കേ, ജനങ്ങളെ ചിന്തിച്ചു നോക്ക്. അങ്ങനെ ക്ലിയറാക്കി കൊടുത്ത ആദർശം. അതെ, അങ്ങനെ അവരെന്ത് ചെയ്തു? ജീവിതത്തിലുടനീളം അല്ലാഹനെ പേടിക്കാൻ തുടങ്ങി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്യത്തിൽ അവർ മുങ്ങിക്കുളിച്ചവരായി, മദ്യം സാർവത്രികമായി. ഇന്ന് പലപ്പോഴും മുസ്ലിമീങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കണമെങ്കിൽ കല്യാണത്തിന്റെ തലേന്ന് മദ്യം വേണം. അല്ലേ? പല വീടുകളിലും കല്യാണം ആർഭാടപൂർണ്ണം നടക്കണമെങ്കിൽ മദ്യം വേണം. ഏത് സമുദായം? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് പറഞ്ഞ തിന്മയാണ്. മദ്യം തിന്മയുടെ മാതാവാണ്. കഴിക്കരുത്, കുടിക്കരുത്, വിൽക്കരുത്, വാങ്ങരുത്, ചുമക്കരുത്, ചെത്തരുത് എന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹനെ ശരിക്കും ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു. ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. നരകണ്ട്, സ്വർഗണ്ട് എന്ന് പറഞ്ഞു. നോക്കൂ, പഠിപ്പിച്ചു. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങളിൽ ഒരാളുമില്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. നരകത്തെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. കല്ലാ കല്ലാ ഇന്നഹാ ലവാ നസാഅത്തൻ ലിശ്ശവാ. അതേ, തലയോട്ട് ഉരിച്ചു കളയുന്ന തീജ്വാല. സൂറത്ത് മആരിജ് 73-ാമത്തെ അധ്യായത്തിൽ 71-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞതാ. നോക്കേ, ആ നരകത്തിന്റെ തീജ്വാല 70-ാം അധ്യായത്തിൽ പറഞ്ഞു. നരകത്തിന്റെ തീജ്വാല 15-16 പറഞ്ഞു. തലയോട്ട് ഉരിച്ചു കളയുന്ന തീജ്വാലയുള്ള നരകം അവർ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അവര് മദ്യപാനം നിർത്തി. നോക്കേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമശിഷ്യനായിരുന്നു അബൂതുല്ലത്തുൽ അൻസാരി. അബൂതുല്ലത്തുൽ അൻസാരി അബ്കാരി കോൺട്രാക്ടറായിരുന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മദ്യ വിപണന കേന്ദ്രം അദ്ദേഹത്തിൻ്റെതായിരുന്നു. നല്ല പണക്കാരനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, നല്ല മദ്യം സപ്ലൈ ചെയ്യുന്ന ആളായി. അബൂതുല്ലത്തുൽ അൻസാരിയുടെ വീട്ടിൽ, അബൂതുല്ലത്തുൽ അൻസാരിയുടെ കള്ളിഷാപ്പിൽ ഒരു സഹാബി, അനസാണോ ജാബിറാണോ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ആ സ്വഹാബിയോട് ചോദിച്ചു, എന്താണ് ആ വിളിച്ചു പറയുന്നത്? മദീനയുടെ തെരുവീതികളിൽ സൂറത്ത് മാഇദയുടെ 90-ാമത്തെ വചനമിറങ്ങി. മദ്യം നിരോധിച്ചു, ലോട്ടറി നിരോധിച്ചു, ചൂതാട്ടം നിരോധിച്ചു എന്ന് തുടങ്ങുന്ന ഖുർആനിന്റെ വചനം. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ എന്ന ചോദ്യത്തിലൂടെ അത് അവതരിപ്പിക്കും. അങ്ങനെ ചോദിച്ചു, എന്താ അനസയത്, എന്താ അത്? അദ്ദേഹം കാതോർത്തു, അങ്ങാടി ചെന്നു, മദ്യം നിരോധിച്ചു, ഖുർആനിക വചനം ഇറങ്ങി. ചതിച്ചല്ലോ മുതലാളി എന്നല്ല പറഞ്ഞേ, ചതിച്ചല്ലോ മുതലാളി. റമ്മ് കണക്കിന്, അതായത് ഒട്ടകം മുങ്ങിപ്പോകാൻ മാത്രം മദ്യം ഉണ്ടായിരുന്നു അവിടെ. ചതിച്ചല്ലോ എന്നല്ല,
ഓടിച്ചൊന്ന് മദ്യം നിരോധിച്ചിട്ടുണ്ട് കാരണം എന്നാ കൊടാലി ഇങ്ങോട്ട് എടുക്കുകയാണ്. കൊടാലി എടുത്ത് സകല കള്ളിന്റെ ചഷകങ്ങളും സ്വകരങ്ങളെ കൊണ്ട് അടിച്ച് തകർത്ത് തരിപ്പണമാക്കി മരുഭൂമിയിലൂടെ മദ്യം ചാലിട്ടൊഴുകി. മദ്യപിച്ചുകൊണ്ടിരുന്നവർ ആരും പറഞ്ഞില്ല എന്നാല് ഏതായാലും ഗ്ലാസിന്റെ അടിയിൽ ഒരു പങ്കുകൂടി എന്നെ കുടിക്കട്ടെ. ഇല്ല, കുടിച്ചവരെ കുടിച്ചാടത്ത് വെച്ച് നിർത്തി. വായിലേക്ക് കൈയിട്ടവർ ഛർദിച്ചു. ഡ്രസ്സിലെവിടെയെങ്കിലും മദ്യമായിട്ടുള്ളവർ കട്ട് ചെയ്തു. ചോദിച്ചു സഹാബത്ത് നബിയെ, യുദ്ധരംഗത്ത് കുടിച്ചവരുണ്ടല്ലോ അവരുടെ സ്ഥിതി എന്താന്ന് ചോദിച്ചു. അത്ര സൂക്ഷ്മത പുലർത്തി. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു പോയില്ല. നമ്മുടെ യുവാക്കൾ ടൂർ പോകുമ്പോൾ മദ്യപിക്കുന്നു, സ്കൂളുകളിൽ പോലും മദ്യപിക്കുന്നു, സെക്സ് റാക്കറ്റുകൾ വർദ്ധിച്ചു വരുന്നു, അധർമ്മങ്ങളും അരാജകത്വങ്ങളും വളർന്നു വരുന്നു. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഖിറൂന ബില്ലാഹ്. ഒരു ഉത്തമ സമുദായം, മാനവർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു ഉത്തമ സമുദായം. ജൂതനോട്, ക്രിസ്ത്യാനിയോട്, മജൂസിയോട്, ഹൈന്ദവനോട്, ഇവിടുത്തെ സുരാക്ഷമതക്കാരനോട്, ഇവിടുത്തെ എല്ലാ മതവിഭാഗത്തോടും ആദർശം പറയേണ്ട ഒരു ഉത്തമ സമുദായം, ലോകത്തിന് മാതൃക കാണിക്കേണ്ട ഒരു ഉത്തമ സമുദായം, മദ്യത്തിലും വ്യഭിചാരത്തിലും മുക്തമായ ഒരു സമുദായം, സ്ത്രീധനം വാങ്ങാത്തൊരു സമുദായം, അരാജകത്വങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തൊരു സമുദായം, അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കാത്ത ഒരു ജനപദം അവർ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇസ്ലാം കടന്നുപോയത്. യുവാക്കളെ, കാപ്പിലെ സഹോദരങ്ങളെ, നമ്മളൊന്ന് ഉണരണം. ഈ സമൂഹത്തിന് വേണ്ടി ഉണരണം. ജന്മകൾ നങ്കൂരമിട്ട ലോകത്ത് നന്മയുടെ പുതിയ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെടട്ടെ. അങ്ങനത്തെ ഒരു ലോകത്തേക്ക് മാറാൻ റസൂൽ നമ്മളോട് പറഞ്ഞു. പലിശ നിരോധിച്ചു റസൂൽ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനായിരുന്നു ഏറ്റവും കൂടുതൽ പലിശ കിട്ടാനുണ്ടായത്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് സദസ് എണീറ്റു, മോനെ പലിശ ഹറാമാക്കിയോ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 278-ാമത്തെ വചനം. അതെ, പലിശ ഹറാമാക്കി. മുതല് വാങ്ങിക്കാം, പലിശ വിട്ടുകൊടുത്തേക്കണം. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വിട്ടുകൊടുത്തു പടച്ചോന് വേണ്ടി. ലോകത്തിന് വേണ്ടി, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി. അതുകൊണ്ട് എനിക്ക് യുവാക്കളോട് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ചീറിപ്പാഞ്ഞ യാത്രകൾ, 2 വീലറിൽ 4 വീലറിൽ, മരണത്തിലേക്കുള്ള നിങ്ങളുടെ കുതിപ്പുകൾ, എ ബ്ലൈൻഡ് വർഷിപ്പ് ഓഫ് സ്പീഡ്, വേഗതയെ അന്ധമായി ആരാധിക്കുന്ന ലോകത്ത് പിശാചാണ് നിങ്ങളെ 2 വീലറിൽ 100-ലും 120-ലും പിടിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മരണത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. മത്സരം ഈ ലോകത്തിന് ഒന്നും സമ്മാനിച്ചിട്ടുള്ള കൂട്ടരെ. ദുരന്തങ്ങളല്ല, ഒരു കുടുംബത്തിന്റെ താണയാകാൻ മക്കൾക്ക് സാധിക്കുന്നുണ്ടോ? ഉമ്മാക്ക് മക്കളെ കുറിച്ച് നല്ല പ്രതീക്ഷ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഈ സദസ്സിലിരിക്കുന്ന പോലെ യുവാക്കൾ ആലോചിച്ച് നോക്ക്. സ്വന്തത്തിന് വേണ്ടി പോലും നമ്മൾ എന്ത് ചെയ്തു? എണീറ്റ് നിൽക്കാൻ ശേഷിയില്ലാതെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് നശിച്ചുപോയ ഒരു ജനപദമില്ലേ ഇവിടെ? തിരുവണ്ണാമൊഴിയിലെ സ്കൂളിലെ സെക്സ് റാക്കറ്റുമായി പുതിയ പഠനങ്ങളും നിരൂപണങ്ങളും വന്നു. ചെറിയ പെൺകുട്ടികൾ വരെ, 11-12 വയസ്സുള്ള പെൺകുട്ടികൾ വരെ സെക്സ് റാക്കറ്റിൽ അടിമപ്പെടുമ്പോ വിവാഹപ്രായം 18 ഞങ്ങൾ അടങ്ങൂ എന്ന് പറയുന്ന ആക്കാരികളായ ഒരു സമൂഹം ഈ സമൂഹത്തിലില്ലേ? 25 ബാധിക്കുന്നവരില്ലേ? അവർക്ക് പറയണെന്താ, 5-8 തവണ പെണ്ണ് ഗർഭിണിയാട്ടെ എന്നിട്ട് കെട്ടിച്ചാൽ മതി. ആരാന്റെ ഗർഭം പേറുന്നത് തോന്നിയാസമല്ലെന്നും, വിവാഹം നിയമം മൂലം 16 വയസ്സിൽ വിവാഹം കഴിച്ചാൽ അത് ദോഷമാണെന്നും വിലയിരുത്തിയ കാപാലികനോർ ജീവിച്ച മണ്ണായി കേരളം. ബ്രസീലിൽ 14 വയസ്സ്, വത്തിക്കാനിൽ 14 വയസ്സ്, പരോഗയിൽ 14 വയസ്സ്, പോളണ്ടിൽ 14 വയസ്സ്, ജർമ്മനിയിൽ 16 വയസ്സ്, ലോക രാജ്യങ്ങളിൽ 16, 15, 14. അവർക്കാർക്കും ശൈശവത്തിന്റെ ബോധമില്ല. അപ്പൊ ഞാൻ പറയുന്നത് 8-ാം ക്ലാസ്സും 9-ാം ക്ലാസ്സും വിദ്യാർത്ഥികൾ സെക്സ് റാക്കറ്റിൽ കേരളം ഉൾപ്പെടെ സകല സ്കൂളുകളിലും ചെറുതും വലുതുമായ തോതിൽ, എല്ലാവരും ആണെന്നല്ല, ചെറുതും വലുതുമായ തോതിൽ. വിവാഹത്തിനാ, ധാർമ്മികത കാത്തു സൂക്ഷിക്കാനാ സാഹിത്യകാരന്മാർ. ഇന്ന് കഴിഞ്ഞ് മാത്രമല്ല, പുതിയ കുറെ തത്വം ചാനലിലെ ജോണിനോട് മലയാള മനോരമ ചാനലിൽ പുതിയ വെളിപ്പെടുത്തലുകൾ. എന്താ വെളിപ്പെടുത്തലുകൾ? പുതിയ എന്താ? ഒന്ന്, വിവാഹം വേണ്ട, ദാമ്പത്യം വേണ്ട, എന്നും പരിപ്പ് കറി കൂട്ടി എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഒറ്റ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നത്. ഒന്ന് കഴിഞ്ഞാ ഒന്ന്, ആർക്കും ആരെ കൂടെ. എന്നിട്ട് പറയണേ, എന്റെ ഭാര്യ എന്നോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടിട്ടില്ല വേറൊരു പുരുഷന്റെ കൂടെ പോട്ടെ. അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ പോയിട്ട് തിരിച്ചു പോയി കാര്യമൊക്കെ കഴിഞ്ഞ് പോയി എന്ന് ഞാൻ പറയായിരുന്നു. ഓനാ സാഹിത്യകാരൻ.
അതുകൊണ്ട് മോനെ എനിക്ക് പറ്റിയ ദർശനം ഈ തെരഞ്ഞെടുത്തത് പൊനത്തിൽ കുഞ്ഞിക്കണ്ണ ഉണ്ടോ. പൊനത്തിൽ കുഞ്ഞിക്കണ്ണൻ എന്ന സാഹിത്യകാരൻ, അവൻ പൊനത്തിൽ കുഞ്ഞബ്ദുള്ളയായിരുന്നു മുമ്പ്. അവനക്ക് ഈ സമൂഹത്തോട് പറയുന്നത് എന്തറിയോ? നാഷണൽ വൈസ് അതൊക്കെ ബട്ടൺ റസൽ എങ്ങനെയായിരുന്നു? ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരനും എഴുത്തുകാരനുമായിരുന്നു ബട്ടൺ റസൽ. സ്വന്തം ശിഷ്യന്റെ കെട്ടിയോടെ 3 കൊല്ല കിടപ്പറെ കൊണ്ട് ഉപയോഗിച്ച് VVN ഐവുഡിനെ ഒടുവിൽ വേശ്യാതെരുവ് തള്ളി. ലോകം കണ്ട ബട്ടൺ റസൽ, ഓഷോ, ഇവിടുത്തെ പല സാഹിത്യകാരന്മാർ, ഗായകന്മാർ, സംഗീതം അരങ്ങ് തകർക്കുന്ന നൃത്തങ്ങളുടെ ലോകത്ത് ശിലകളെ ചൂടുപിടിപ്പിച്ച് വിജൃംഭിതമായി മനസ്സിന്റെ ശിലകളിൽ ഈ സംഗീതത്തിന്റെ ആർത്തനാദങ്ങളുമായി കഴിഞ്ഞ് എന്തോ ലഹരിയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു പുതിയ തലമുറ. ومن الناس من يستري له الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا اولئك لهم عذاب مهين. 31-ാമത്തെ 6-ാമത്തെ മനുഷ്യർക്കിടയിൽ ചില ആളുകളുടെ സംഗീതത്തെ വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്നവർ. എന്നിട്ട് അല്ലേ മലപ്പുറം ജില്ലയില് ട്രെയിൻ തട്ടി 2 പെൺകുട്ടികൾ, മത്ത ധരിച്ച 2 പെൺകുട്ടികൾ ചത്തു. അത് ശരി, മരിച്ചോന്ന് പറഞ്ഞൂടെ? പോരാ, ചെവിയിൽ എയർഫോൺ ഇട്ട് ഡാൻസ് കളിക്കുമ്പോ ചത്ത് ട്രെയിന് കയറി. മനസ്സിലായോ? അല്ല വിലക്ക് ഹറാമ് കേട്ടപ്പോ ചെവി തിരികെപ്പോ മത്തിട്ടപ്പോ ട്രെയിന് വരുന്നൊന്നും അറിഞ്ഞില്ല. എങ്ങനെ അറിയും? ഈ ചെവിയിലേക്ക് കേട്ടിരുത്തി കുന്ത്രണ്ടം പാടിക്കഴിഞ്ഞാൽ രാവ് മുതൽ വൈകുന്നേരം വരെ. മക്കളെ, ഇതൊന്നല്ല ലോകം. പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവരുണ്ട്. അവർക്ക് 5 പൈസ കൊണ്ട കൊടുക്കാൻ അധ്വാനിച്ചിരുന്നുവെങ്കിൽ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് പാമ്പറാക്കും, പെത്തടിനും, അശീഷും, ബ്രൗൺ ഷുഗറും മദ്യത്തിന്റെ ലോകത്ത് നുണയുന്നതിന് മുമ്പ് കട്ടുനട്ടങ്ങൾ അനുഭവിച്ച ഈ തെരുവിൽ കിടന്ന് മരിച്ച ഒരുപാട് ആളുകളുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മടിക്കെട്ടുകൾ ഒരിക്കലും അഴിക്കാൻ താല്പര്യമില്ലാതെ, ഉടുതുണിക്ക് മരുതുണിയില്ലാതെ ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളി ബോംബെയിലെ ചുവന്ന തെരുവുകളിൽ 6-ാന്റെ മുമ്പിൽ മടിക്കെട്ടൊഴിഞ്ഞു കൊടുത്ത പെണ്ണിന്റെ വികാരമല്ല, അന്തപുരങ്ങളിൽ ഭർത്താക്കന്മാരെ വഞ്ചിച്ച, അന്തപുരങ്ങളിൽ AC റൂമുകളിൽ ഗൾഫ് നാടിൽ ജീവിക്കുന്ന ഭർത്താക്കന്മാരെ ചതിച്ച് ഓട്ടോ ഡ്രൈവറുടെ കൂടെ ലോഡ്ജ് പങ്കിട്ട പെണ്ണിന്റെ, അവൾ ഉടുത്തിരുന്നു സാരി, അവളും ഉടുത്തിരുന്നു പർദ, അവളും ധരിച്ചിരുന്നു ആധുനിക ലോകത്തിന്റെ പളപളപ്പുള്ള ഡ്രസ്സുകൾ. എന്നിട്ട് എന്ത് നേടി ആധുനിക ജനത? എന്ത് നേടി? ആർത്തനാദങ്ങളും ധീനരോധനങ്ങളും ഉഷാവില്യംസിനെ പോലെ, ജസ്റ്റിസ് ശ്രീദേവിയെ പോലെ ഉള്ളവർ ഇപ്പൊ വിലപിക്കുക. പെണ്ണിന് ജോലി വാങ്ങിക്കൊടുത്തത് കുഴപ്പമായി. എവിടെ പെണ്ണിന് ജോലി ഉണ്ടോ ആ വീട്ടിൽ ഡൈവേഴ്സ് ആണ് മിക്കതും. 80% ആധുനിക പഠന, കഴിഞ്ഞ ആഴ്ചത്തെ പഠന വായിക്കണം. ലോകത്തിന്റെ സ്പന്ദനം തിരിച്ചറിയണം. ലോകത്തോട് നമുക്ക് പറയാനുള്ള ഏറ്റവും കാതലായ വശമത. സുഹൃത്തുക്കളെ, വളരെ ഗൗരവമാണ് ഇനി വരുന്ന ലോകം. ഇനി വരുന്ന ലോകം വളരെ വളരെ ഗൗരവമാണ്, വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. സഹോദരങ്ങളെ, ലോകം വളരെ മോശമായി കൊണ്ടിരിക്കുന്നവരെ പറഞ്ഞ് അലാ അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, ശരീരത്തിലൊരു മാംസമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാലോ ശരീരം മുഴുവൻ കേടുവന്നു. അത് ഹൃദയമാണ്. ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, മനസ്സ് തെറ്റെന്ന് പറഞ്ഞോട്ടെ. കാപട്യമില്ലാത്ത, വഞ്ചനയില്ലാത്ത, ഭൗതിക താല്പര്യമില്ലാത്ത, പടച്ചോനെ പേടിക്കുന്ന, ആര് കണ്ടാലും കണ്ടില്ലെങ്കിൽ പറഞ്ഞില്ലേ, ചുറ്റും കറുത്ത് തമോമയമായി ഇരുമുട്ടും ഇരവിനിൽ ഏകാഗിയാണ് ഞാൻ, കൂട്ടിനെൻ തോഴനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ എന്ന് ഉമർ ഖത്താബിന്റെ കാലത്ത് പറഞ്ഞില്ലേ? ഭർത്താവില്ല, കുടുംബക്കാരില്ല, ആരുമില്ല, ഞാൻ ഒറ്റക്കാറപ്പേ. ഏത് പുരുഷനെ എനിക്ക് വിളിച്ചു വരുത്താം. പക്ഷെ അവരറിയുന്നില്ലേ? മോനെ യുവാവേ, അള്ള നിന്നെ കാണുന്നുണ്ടെന്ന്. രാത്രിയിൽ വീട്ടിലൊറ്റക്കിരുന്ന് മൊബൈലിൽ വൃത്തികെട്ട മെസ്സേജ് അയച്ചപ്പോഴും, നെറ്റിൽ കയറി വൃത്തികെട്ട പിക്ചർ ആസ്വദിക്കുമ്പോഴും അലം യാലം ബി അന്നല്ലാഹ യറാ, നിന്റെ നാഥൻ നിന്നെ കാണുന്നു എന്ന ബോധം നിനക്കില്ലേ? അല്ല അറിയുന്നുണ്ട്. മാത്രമല്ല, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. 17-ാം അധ്യായം 13-14 തുറന്നു വെക്കപ്പെട്ടൊരു കിതാബ് കിട്ടും. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി.
ഇടത് കൈയിലും വലത് കൈയിലും 69-ാം അധ്യായം സൂറത്ത് അൽ-ഹാഖത്തു മൽ-ഹാഖ 19 മുതൽ 24 വരെയുള്ള വചനം, 24 മുതൽ 32 വരെയുള്ള വചനം. ഇടത് കൈയിലും വലത് കൈയിലും ഗ്രന്ഥം നൽകപ്പെടുന്നവർ എന്തായിരിക്കും അവരുടെ അവസ്ഥ? വായിച്ചോളൂ, കണ്ടോളൂ, അറിഞ്ഞോളൂ. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതൊക്കെ റെക്കോർഡാവും. എല്ലാം റെക്കോർഡായി. എവിടെയോ ഇരുന്ന് കരാറുണ്ടാക്കി ഒപ്പുവെച്ച് ദുനിയാവിന്റെ ആ 30 വെള്ളിക്കാശിന് ആദർശത്തെ ഒട്ടിക്കൊടുത്ത് അത് നെഞ്ചകത്തേറ്റിയപ്പോ അറിഞ്ഞില്ല മലിക്കുൽ ജബ്ബാറായ റബ്ബ് അറിയുന്നുണ്ടെന്ന്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ജീവനാടിയേക്കാളും അടുത്തവൻ, കണ്ണനാടിയേക്കാളും അടുത്തവൻ, ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളുടെ ആ ചിറകിനുള്ളിലെ പൊള്ളയായ എല്ലിലെ ആന്തോളനങ്ങൾ അറിയുന്നവൻ, ആയുടെ ഗോപതയിൽ മത്സ്യത്തിന്റെ ചെകിളകൾ അടച്ചു തുറക്കപ്പെടുമ്പോ അതിൽ കേറിയ വെള്ളത്തിന്റെ കണക്കറിയുന്നവൻ, 1000 കാതനങ്ങളിലെ ലക്ഷോപലക്ഷം ചില്ലകളിലെ ലക്ഷോപലക്ഷം ഇലകളിലെ ഒരു ഇല പൊഴിഞ്ഞപ്പോ അതറിഞ്ഞ ലോകത്തിന്റെ നാഥൻ. ആ നാഥന് പേടിക്കണേ മനുഷ്യരെ, വിശ്വാസികളെ, പണ്ഡിതന്മാരെ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പുതുക്കോട്ട പള്ളിക്കുള്ള പിരിവിലുള്ള ബക്കറ്റ് പുറത്തു ശക്തമായി അള്ളാഹുവിന്റെ മസ്ജിദിന് വേണ്ടി അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദൂ മഅല്ലാഹി അഹദ ഇന്നമാ യഅമുറു മസാജിദ അല്ലാഹ്. അള്ളാഹുവിന്റെ മസ്ജിദ്, അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുന്ന മസ്ജിദ്, അവന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്ന മസ്ജിദ്, അവന്റെ മുമ്പിൽ ദിക്റുകളുടെ ഘോഷയാത്ര നടത്തുന്ന മസ്ജിദിന്റെ അകത്തളങ്ങളിൽ മുസല്ലകൾക്ക് വേണ്ടി അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നു, കൊടുക്കുക. ഈ ദുനിയാവിലെ സമ്പാദ്യം അല്ലാഹു തആലയുടെ മാർഗ്ഗത്തിൽ. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹ് വതുജാഹിദൂന ഫില്ലാഹ്. എവിടെ, എന്തൊക്കെ മാർഗ്ഗത്തിൽ, എന്തൊക്കെ വിധത്തിൽ? അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ്. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സമ്പത്തും അല്ലാഹു വിലക്ക് വാങ്ങി. ബിഅന്ന ലഹുമുൽ ജന്ന 9-ാം അധ്യായം 111-ാമത്തെ ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗ്ഗം പകരം തരാമെന്ന കണ്ടീഷനിൽ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക്. 3-ാം അധ്യായം 133-ാമത്തെ വരൂ. ആ സ്വർഗം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. യുവാക്കളെ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും വിഭാവനം ചെയ്തിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു കൽബും വിഭാവനം ചെയ്തിട്ടില്ലാത്ത ആ സ്വർഗം നമുക്ക് വേണ്ടി പ്രതിജ്ഞ ചെയ്യുക, തീരുമാനിക്കുക. ഇനി ഞാൻ അബദ്ധസഞ്ചാരത്തിലെത്തുകയില്ല, അധർമ്മത്തിലെത്തുകയില്ല, എന്റെ കണ്ണുകൾ മോശം കാണുകയില്ല. നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ചിന്താശേഷി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും. അതുകൊണ്ട് ഞാൻ നല്ലതേ കാണൂ, നല്ലതേ കേൾക്കൂ, നല്ലതേ ചിന്തിക്കൂ, നല്ലതിനു വേണ്ടി നിൽക്കൂ. അധർമ്മങ്ങൾ ചെയ്യില്ല, മനസാക്ഷി മരവിക്കില്ല, മനസാക്ഷിയെ വഞ്ചിക്കില്ല, ആരെയും ചതിക്കില്ല, നിഫാഖുണ്ടാവില്ല. ഇന്നൽ മുനാഫിഖീന ഫി ദർഖിൽ അസ്ഫലി മിനൻ നാർ. ആ കപടൻ നരകത്തിന്റെ ഗോതകളിലാണ്. കാപട്യത്തിന്റെ ഹൃദയം ഉണ്ടാകരുത്, അസൂയയുടെ ഹൃദയം ഉണ്ടാകരുത്, വിദ്വേഷത്തിന്റെ ഹൃദയം ഉണ്ടാകരുത്. ധാർമ്മികതയുടെ, നന്മയുടെ, അലിവിന്റെ, അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ, സാവർത്തിത്വത്തിന്റെ, ലോകത്തിന് സർവോപരി നന്മ നൽകുന്നതിന്റെ. അല്ലാഹു അക്ബർ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا
لا تزيغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.